പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ 40 നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 8:28, റോമൻസ് 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് പോകുമ്പോൾ ഈ വാക്യം കൂട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പക്ഷെങ്കിൽ ഈ വാക്യത്തെ പരിശോധിക്കുന്നത് താഴ്വരയുടെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ വചനം ഒരു മാറ്റവുമില്ലാതെ വണ്ണം നിലനിൽക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾക്ക് പോലും വ്യത്യാസങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം ഇല്ല. ദൈവപൈതലേ, ഞാൻ പറയട്ടെ, ചിലപ്പോൾ നാം വേദനയാൽ ചുറ്റപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളെ നമ്മൾ കയറി മുറുകെ പിടിക്കും. പക്ഷെങ്കിൽ പൗലോസ് നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതിൽ വേണം നാം പിടിക്കാൻ. നമ്മളറിയേണ്ട ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് അക്കമിട്ട് എണ്ണമിട്ട് നിങ്ങളോട് പറയട്ടെ. ഒന്ന്, വി ആർ ഡീപ്ലി ലവ്ഡ് ബൈ ഗോഡ്. ദൈവത്താൽ നാം വളരെ സ്നേഹിക്കപ്പെടുന്നവരാണ്. രണ്ടാമത്, നമ്മളിപ്പോഴും ജീവിതത്തിൽ ചേഞ്ച് വന്നും വരുത്തിയും കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ക്ഷമിക്കപ്പെട്ടവരാണ്, പാപമോചനം കിട്ടിയവരാണ്. അടുത്തത്, നമ്മൾ അകത്ത് വന്നവരാണ്, പുറത്ത് കിടക്കുന്നവരല്ല, വെളിപ്രദേശത്ത് കിടക്കുന്നവരല്ല. ദൈവം നമ്മോടുകൂടെയുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ എത്ര ധൈര്യപ്പെടുത്തുന്നതും എത്ര വളർത്തുന്നതും എത്ര ഉയർത്തുന്നതുമാണ്. എന്തെല്ലാം വന്ന് കുലുങ്ങിപ്പോയാലും ഈ സത്യം ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. പൗലോസ് ഇത് എഴുതിയത് താൻ വളരെ കംഫർട്ടായിട്ടുള്ളൊരു സോണിൽ ഇരുന്നുകൊണ്ടല്ല എഴുതിയത്. ഈ സെയിം ചാപ്റ്ററിൽ തന്നെയാണ് പൗലോസ് അവൻ്റെ കഷ്ടതയെക്കുറിച്ച്, അവൻ്റെ ബലഹീനതയെക്കുറിച്ച്, ആപത്തുകളെക്കുറിച്ച്, പേഴ്സിക്യൂഷനെക്കുറിച്ച്, മരണഭീതിയെക്കുറിച്ച് എല്ലാം പറയുന്നത് ഇതേ അധ്യായത്തിൽ തന്നെ നിന്നുകൊണ്ടാണ്. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ്. ഓൾ തിങ്സ്, എല്ലാ സംഗതികളും. ഇത് പറയുമ്പോൾ ഓർക്കണം, ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. അതെല്ലാം പ്ലസൻ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷെ ദൈവത്തിന് പ്ലസൻ്റ് അല്ലാത്ത സിറ്റുവേഷനെ പോലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. ഹല്ലേലൂയ. അവൻ്റെ ശക്തിക്ക് വീണ്ടെടുക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒന്നും ആ ശക്തിക്കപ്പുറം പോയി വീഴത്തില്ല. ഇവിടെ കൂടി വ്യാപരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ആ ഫ്രേസ് പറയുന്ന വർക്ക് ടുഗദർ, അത് ഒരു ഗ്രീക്ക് സൈനേർഗോ, അതായത് ടു സൈനർജൈസ്, അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ദൈവം സീസൺസിനെ കമ്പൈൻ ചെയ്യും. എന്തിനോടാ? നമ്മുടെ ജീവിതത്തിൻ്റെ ചില പീസസുമായിട്ട്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതിൽ കൂടുതൽ കൂടി വരുന്നവർക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു സീസണും വേസ്റ്റായിട്ട് പോകത്തില്ല. ഒരു സീസണും കൺഫ്യൂസായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒന്നും നിൽക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ കരം അതെ പിടിച്ച് ഒരു വലിയ കുടുംബത്തിൻ്റെ ആരംഭമായിട്ട്, സ്റ്റാർട്ടായിട്ട്, തുടക്കമായിട്ട് നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ജീവിതം ചിലപ്പോൾ നമ്മളൊക്കെ പസിൽ കളിച്ചിട്ടുള്ളവരല്ല. പസിൽ പീസ്, ഒരു സിംഗിൾ പസിൽ പീസ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ. അതിൻ്റെ അർത്ഥം, അങ്ങനെ ഒരു പസിൽ പീസ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അതിന് യാതൊരു അർത്ഥവുമില്ലെന്ന്. പ്രൈസ് ഗോഡ്. ദൈവം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഓരോ പീസും ദൈവം ഫിറ്റ് ചെയ്ത് അതൊരു വലിയ ലാർജർ പീസാക്കി മാറ്റുവാൻ തക്കണം, കംപ്ലീറ്റ് ആക്കുവാൻ തക്കണം, പെർഫെക്റ്റ് ആക്കി തീർക്കുവാൻ തക്കണം കഴിയും. ഹല്ലേലൂയ. അങ്ങനെയുള്ള അവസ്ഥയിൽ അവൻ വേദനയെ തുടച്ച് കളയത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ വീണ്ടെടുപ്പിനെ അവൻ അതിൻ്റെ ഇടയിൽ കൂടെ തുന്നിച്ചേർക്കും, കൂട്ടിച്ചേർക്കും. സംഗതികളെ പെർഫെക്റ്റായിട്ട് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 8:28 ആ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവം ഇരുണ്ട രാത്രികളിലും
തകർന്ന ഹൃദയത്തിലും അതിൽ കൂടിയൊക്കെ പ്രവർത്തിക്കുന്നൊരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും ദൈവത്തിൻ്റെ ഒരു ഗുഡ് പേർപ്പസ് നമ്മളിൽ നിറവേറപ്പെടുന്നതിന് വേണ്ടി പണിയാൻ ഉപയോഗിക്കുന്ന ഒരു റോ മെറ്റീരിയലാണ്. വേദനയിൽ നിന്നൊരു വീണ്ടെടുപ്പ് വന്നാൽ ഹല്ലേലൂയ, അത് വളരെ ശക്തിയുള്ളതാണ്. വേദന റിമൂവ് ചെയ്യുന്നതിനെ കഴിഞ്ഞ ശക്തിയാണ് വേദന നമ്മിൽ നിന്ന്, അതായത് പവർഫുള്ളായിട്ടുള്ള സംഗതിയാണ് വേദന നമ്മിൽ നിന്ന് വീണ്ടെടുത്ത് കളയുമ്പോൾ. ദൈവത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? ചീത്തയായിട്ടുള്ളതിൽ നിന്ന് നല്ലതിനെ കൊണ്ടുവരിക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ കൊണ്ടുവരിക, ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തെ കൊണ്ടുവരിക, സോറോയിൽ നിന്ന് ജോയെ കൊണ്ടുവരിക എന്ന്. പ്രൈസ് ഗോഡ്. കണ്ണുനീരിൽ കൂടിയാണെങ്കിലും നമ്മൾ യേശുവിൽ ആശ്രയിച്ചാൽ ഹല്ലേലൂയ, തീർച്ചയായിട്ടും ദൈവം നമുക്ക് ചിരിക്കാൻ ചില സംഗതികൾ തന്നിരിക്കും. പ്രൈസ് ഗോഡ്. വേദനയിൽ കൂടി നാം ദൈവത്തെ ട്രസ്റ്റ് ചെയ്താൽ നമുക്ക് സ്തുതിക്കാൻ എങ്ങനെ കഴിയും എന്ന് ഉള്ളത് അവൻ നമുക്ക് ചെയ്തു തരും. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ വ്യഥ വെച്ചുകൊണ്ടും നാം അവനെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും നല്ലതിനെ ഹല്ലേലൂയ വെളിപ്പെടുത്തി തരുന്നൊരു ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഫെയ്ത്ത് ടേൺസ് വിക്ടിംസ് ഇൻ ടു ഓവർകമേഴ്സ് ആൻഡ് സഫറിങ് ഇൻ ടു ടെസ്റ്റിമണി. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ടതകളും നമ്മുടെ ഒരു ടെസ്റ്റിമണിയായിട്ട് മാറും. എന്നാൽ ഹല്ലേലൂയ, വിക്ടിംസായിട്ട് ആരൊക്കെ തീർന്നിട്ടുണ്ടോ അവരെയൊക്കെ ഓവർകമേഴ്സായിട്ട് തീർക്കുന്നൊരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവരെവിടെ പോയാലും ഒരു പ്രത്യാശ കൂടെ കൊണ്ടുപോകും. അവരുടെ വിശ്വാസം എന്നാണെന്നറിയാവോ? ഹല്ലേലൂയ, എല്ലാ സംഗതികളും നേരെയാക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി തീർന്നിട്ടില്ല എന്നാണ്. അങ്ങനെ നമുക്ക് വേണ്ടി മയങ്ങാതെ ഉറങ്ങാതെ കാത്തിരുന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഹല്ലേലൂയ. നിങ്ങൾ ചിലപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾ പയ്യെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒച്ചത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, വേർ ആർ യു ഗോഡ്, വേർ ആർ യു, വാട്ട് ആർ യു ഡൂയിങ്. പ്രൈസ് ഗോഡ്. ഈ ക്വസ്റ്റ്യൻസ് ഹല്ലേലൂയ ഉത്ഭവിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ജീവിതം നമ്മൾ ചോദിക്കാത്ത ചില സംഗതികളെ വെളിയിൽ കൊണ്ടുവരുമ്പോഴാണ്, നമ്മൾ തിരഞ്ഞെടുക്കാത്ത ചില സംഗതികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴാണ്. പക്ഷേ അതും നമ്മുടെ ജീവിതത്തിൻ്റെ കഥയുടെ ഒരു ഭാഗമല്ലേ? ദേ ആർ പാർട്ട് ഓഫ് അവർ ജേണി. എന്നാൽ ഇതിനകത്ത് ഹല്ലേലൂയ ചില നന്മകളുമുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവം ഒരിക്കലും ഒരു സീസൺ വേസ്റ്റ് ചെയ്ത് കളവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. വേദനയിലാണെങ്കിലും ഫ്രസ്ട്രേഷനിലാണെങ്കിലും ഡിസപ്പോയിൻമെൻറ്റിലാണെങ്കിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഹല്ലേലൂയ എവർ പ്രസൻറ്റ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഹല്ലേലൂയ കർത്താവ് ഇവിടെ തരും. ആമേൻ. ഹി ഈസ് സ്റ്റിൽ പ്രസൻറ്റ്. എല്ലാത്തിൻ്റെ മധ്യത്തിൽ അവനുണ്ട്. അവനൊരു ലീഡർഷിപ്പും ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് ആമേൻ ഹല്ലേലൂയ കഴിയും. അല്ലേ സംതിങ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളത് നമ്മുടെ വേദനയുടെ ആ ഒരു കാർപ്പറ്റിലേക്ക് ഹല്ലേലൂയ തയ്ച്ച് ചേർക്കുന്ന, തുന്നിച്ചേർക്കുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ടഫ് ഇയർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല, അല്ലേ? 1 AM ഒരു ബാഡ് ന്യൂസ് കിട്ടണമെന്ന് നാം കാത്തിരിക്കാറില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത ചില ടെസ്റ്റ് റിസൾട്ടൊക്കെ കയ്യിൽ കിട്ടുമെന്ന് ഹല്ലേലൂയ വിശ്വസിച്ച് ആമേൻ ഇരിപ്പാൻ. അത് ദൈവത്തിന് ഇഷ്ടമല്ല നാം അങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ട് അവൻ അനുവദിക്കത്തില്ല. പക്ഷേ ഇതെല്ലാ സംഗതികളും വന്നോളും. അൺഇൻവൈറ്റഡായിട്ട് അൺഅനൗൺസ്ഡായിട്ട് വന്നോളും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളിലുള്ള സകല ഹല്ലേലൂയ ഇളക്കം തട്ടിയ അവസ്ഥയും അവൻ പുറത്ത് കളയും. ദൈവം ഒരിക്കലും മൗണ്ടൻ ടോപ്പ് ആഗ്രഹിക്കുന്നില്ല നമ്മളെ ചിലത് പഠിപ്പിക്കാനായിട്ട്. ദൈവം നമ്മളെ താഴ്വരയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് നമ്മളെ ചില ലെസൺസൊക്കെ പഠിക്കും. അത് വേറെ ഒരിടത്തും നാം പഠിക്കത്തില്ല, എന്നാൽ ആ താഴ്വരയിൽ ചെന്ന് കഴിയുമ്പോൾ നാം പഠിക്കും. പ്രൈസ് ഗോഡ്.
ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിട്ടില്ലേ? മൺപാത്രങ്ങളിലല്ലേ പകർന്നു തന്നിരിക്കുന്നത്. നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഫ്രജൈൽ ക്ലേ ജാസ്, എന്നാൽ അതിനകത്ത് ക്യാരി ചെയ്യുന്ന ട്രഷർ വലുതാ. ഹല്ലേലൂയ. നമ്മൾക്കും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നവരാ നമ്മൾ. ഡെൻറ്റഡ് ആകും. ഹല്ലേലൂയ. ചിലപ്പോൾ ചിപ്ഡായി പോകും നമ്മുടെ ജീവിതം. നമ്മൾ ലൈഫ് ഓൾട്ടറിങ് തീരുമാനങ്ങൾ ഒക്കെ എടുക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളുടെ മനസ്സ് ഏത് വിധത്തിലാണെന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഹല്ലേലൂയ. ഉറക്കച്ചടവോടെ വന്നിരിക്കുന്ന അവസ്ഥയായിരിക്കരുത്. നല്ല വീറോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഇതിനൊക്കെ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പൈതലിനെ ഹല്ലേലൂയ സ്റ്റെപ്പായിട്ട് ഓരോന്നും എൻ്റെ ദൈവം ചെയ്തു കൊടുക്കണം. സകലവും നന്മയ്ക്കാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് നിലവിളിപ്പാൻ, രാത്രിയുടെ ആമാരംഭത്തിൽ നിലവിളിപ്പാൻ, ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ്റെ കൊണം കർത്താവേ. ഉറമാന ശന്തരാപതി വര. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കകത്ത് ഹല്ലേലൂയ ഇമേഴ്സ്ഡായിട്ട് വളരുവാൻ നീ സഹായിക്കണം. മുന്നോട്ട് വന്ന് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.